എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പ് അരി, ജീരകശാല അരി ഞാനിവിടെ ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 തക്കാളി, ഒരു 10 പച്ചമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, ഇത്ര എടുത്തിട്ട് ഞാൻ ചതുക്കി വെച്ചതാണ്, ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൈസസ് ഒരു 6-7 കറിയാമ്പൂ, 4 ഏലക്ക, ഒരു കഷ്ണം ബേ ലീഫ്, ഒരു തക്കോലം, ഒരു ജാതിപ്പൂ, 2 കഷ്ണം പട്ട, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇലകൾ മല്ലിയിലയും പുതിനയിലയും ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് വേണം, ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. പിന്നെ കുറച്ച് ഓയിൽ നമുക്ക് ബിരിയാണിക്ക് ഈ മസാല വഴറ്റാൻ വേണം. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അത് ഫ്രൈ ചെയ്യേണ്ട എണ്ണയും വേറെ വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂണ് ഗരം മസാല. ഇത്രയാണ് ഇതിന് വേണ്ടത്. ചിക്കനിലൊന്ന് മസാല പരക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവർ, കുറച്ച് തൈര്, പിന്നെ കുറച്ച് നമ്മൾ ചതുക്കി വെച്ച മസാലയും ഇത്ര എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഞാനിവിടെ ചിക്കൻ നല്ലോണം മസാല പരക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ മാരിനേഷന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ചോറൊന്ന്, ഞാനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയുടെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിനി ഞാനിവിടെ 4 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചോറിവിടെ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ പീസ്. അപ്പോൾ നമ്മളെ ചിക്കനിവിടെ 3/4 വേവിലധികം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വേവ് നമുക്ക് മസാലയിൽ ഇട്ടിട്ടും കൂടി ആക്കണമല്ലോ. അപ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ സവാള ഒന്ന് വറുത്തെടുക്കണം. നമുക്കിത് ബിരിയാണീൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി. സവാള ഇടാൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, വെറും സവാള അരിഞ്ഞത് മാത്രം വറുത്തിട്ടാണ് ഇടുന്നത്. അപ്പം നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ബാക്കി കുറച്ച് അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇതാ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്ന വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാ പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം, തക്കാളിയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിലേക്ക് നമുക്കിനി പൊടികളെല്ലാം ഇട്ടു. ഗരം മസാല, പെരുംജീരകപ്പൊടി, കുരുമുളക്,
ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ഇലയും കുറച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ ഒരു 5 മിനിറ്റ് നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്നൊരു കുക്ക് ചെയ്തെടുക്കണം. എന്നാലും നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം ഈ മസാലയെല്ലാം പിടിക്കുകയും ചെയ്യും. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും മസാലയെല്ലാം ഇറങ്ങിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോറെടുക്കാം. നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റാക്കാം. നമുക്കിനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ദോശക്കല്ല്, ഒരു ഉപയോഗിക്കാത്ത ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ദം ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പൊരിച്ച കോഴി ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയോട്ടർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അധികം എണ്ണയൊന്നും വേണ്ട. ഞാൻ ഈ പൊരിച്ച ഓയിൽ തന്നെ നമ്മൾ മസാലയാക്കുമ്പോൾ എടുത്തുകൊണ്ട് കൂടുതലൊന്നും ഓയിൽ എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.